ഒരു പകർച്ചക്കാൽ മേയ്പ്പേറ്റാണ് ചെയ്യുന്നത്. കളരിപ്പയറ്റിന്റെ അടിസ്ഥാന പാഠവങ്ങളാണ് മേയ്പ്പേറ്റുകൾ. 24 മേയ്പ്പേറ്റുകൾ ഉള്ളതിൽ ഒരു പകർച്ചക്കാൽ മേയ്പ്പേറ്റ് ചെയ്യുന്നു. പ്രിയ ഭക്തജനങ്ങളെ, തിരുനക്കര മഹാദേവന്റെ തിരുമുമ്പിൽ പകൽപൂരം എന്ന മഹോത്സവം ആരംഭിക്കുവാൻ അല്പസമയം മാത്രമേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ. ഏതാണ്ട് 4 മണി കഴിയുമ്പോൾ തന്നെ കരിവീരന്മാർ ഒന്നൊന്നായി ക്ഷേത്ര സന്നിധിയിൽ നിന്നും തിരുപ്പടവുകളിലൂടെ ക്ഷേത്ര മൈതാനത്തേക്ക് ഇറങ്ങിയെത്തും. എല്ലാ കരിവീരന്മാരും പടിഞ്ഞാറൻ ചേരുവാരത്തിലും കിഴക്കൻ ചേരുവാരത്തിലുമായി അണിനിരന്ന് കഴിയുമ്പോൾ ഭക്തവത്സലനായ തിരുനക്കര ദേവർ ഗുരുവായൂർ വലിയ കേശവനെന്ന ഗജപ്രഭാണിയുടെ പുറത്ത് ഇടം കയറി എഴുന്നള്ളിയെത്തി പടിഞ്ഞാറൻ ചേരുവാരത്തിൽ നിലയുറപ്പിക്കും. പടിഞ്ഞാറൻ ചേരുവാരം കിഴക്കൻ ചേരുവാരം എന്ന് പറയുന്നത് ഒന്ന് വ്യക്തമാക്കുകയാണ്. ക്ഷേത്ര കലാമണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര ഓഡിറ്റോറിയത്തിന്റെ സമീപ സ്ഥലമാണ് പടിഞ്ഞാറൻ ചേരുവാരം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ നിലയുറപ്പിക്കുന്ന ഗജരാജാക്കന്മാർ കിഴക്കോട്ട് ദർശനത്തിലാണ് നിൽക്കുന്നത്. മഹാദേവർ ഇടം കയറി നിൽക്കുന്നതും കിഴക്കോട്ട് ദർശനത്തിലുള്ള പടിഞ്ഞാറൻ ചേരുവാരത്തിലാണ്. അപ്പോൾ കിഴക്കൻ ചേരുവാരം എന്ന് പറയുന്നത് കാണിക്കവഞ്ചിയുടെ സമീപമാണ്. വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുനക്കരയിലെ അതിപ്രസിദ്ധമായ കാണിക്കവഞ്ചിയുടെ സമീപത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ഗജരാജാക്കന്മാർ അണിനിരക്കുന്നതാണ് കിഴക്കൻ ചേരുവാരം. ഒന്നുകൂടി ഓർത്തിരിക്കുക, ഓഡിറ്റോറിയത്തിന്റെ സമീപത്ത് കിഴക്കോട്ട് ദർശനത്തിൽ കരിവീരന്മാരും മഹാദേവനും നിലയുറപ്പിക്കുന്നത് പടിഞ്ഞാറൻ ചേരുവാരം, കാണിക്കവഞ്ചിയുടെ സമീപം പടിഞ്ഞാറ് ദർശനത്തിൽ കരിവീരന്മാർ അണിനിരക്കുന്നത് കിഴക്കൻ ചേരുവാരം. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തിരുനക്കര ദേവർ ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് തിടം കയറി നിൽക്കുമ്പോൾ വായുകലാനിധി ക്ഷേത്രത്തിന്റെ മുൻകൃഷ്ണന്മാരാൽ ആൽത്തറക്കും. ഇതേ സമയം കിഴക്കൻ ചേരുവാരത്തിൽ പാമ്പാടി രാജൻ തിടമ്പേറ്റിരിക്കുമ്പോൾ മറ്റന്നൂർ ശങ്കരൻകുട്ടിമാരായ സംഘവും അതിസുന്ദരമായ പാണ്ഡിമ്യം അവതരിപ്പിക്കും. കിഴക്കൻ ചേരുവാരത്തിൽ അണിനിരക്കുന്ന കരിവീരന്മാർക്ക് ആനച്ചമയവും കുടമാരത്തിലുള്ള കുടകളും സമ്മാനിക്കുന്നത് തിരുവമ്പാടി ദേവസ്വമാണ്. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ അണിനിരക്കുന്ന ഗജരാജാക്കന്മാർക്ക് ആനച്ചമയങ്ങളും കുടകളും സമർപ്പിക്കുന്നത് പാറമേക്കാവ് ദേവസ്വമാണ്.
ലോകപ്രസിദ്ധമായ ദേശങ്ങളിൽ അതീവ പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഈ സംവിധാനങ്ങൾ രണ്ടും സമ്മാനിക്കുന്നത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വമാണെന്ന് വിശ്വസിദ്ധമാണ്. അതേ ദേവസ്വക്കാർ തന്നെ തൃശൂർ ജില്ലയിൽ നിന്നുമുള്ള തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവുമാണ് തിരുനക്കരയിലെ പകൽപൂരത്തിനും ആനച്ചമയങ്ങളിലും വർണ്ണക്കുടകൾ എത്തിക്കുന്നത്. അപ്പോൾ മധ്യ തിരുവിതാംകൂറിന്റെ മഹോത്സവമായി നടക്കുന്ന ഈ പകൽപൂരം തൃശ്ശൂർ പേരൂരിൽ നടക്കുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ തനി പകർപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുടെ ആത്മസ്പർശം പോലുമില്ല. ഗുരുവായൂർ വലിയ കേശവന് പുറത്ത് മഹാദേവൻ എത്തുന്നത് എല്ലാ കരിവീരന്മാരും ഈ ക്ഷേത്ര മൈതാനത്ത് അണിനിരന്ന് കഴിയുമ്പോഴാണ്. ഗുരുവായൂർ വലിയ കേശവൻ, പാമ്പാടി രാജൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, ചിറക്കൽ മഹാദേവൻ, തിരുവാണിക്കാവ് രാജഗോപാൽ, ചാപ്പമറ്റം കൃഷ്ണൻകുട്ടി, കാഞ്ഞിരക്കാട് ശേഖരൻ, പുതുപ്പള്ളി കേശവൻ, പല്ലാട്ട് ബ്രഹ്മദത്തൻ, ഗുരുവായൂർ കേശവൻകുട്ടി, ഗുരുവായൂർ വിഷ്ണു, പാമ്പാടി സുന്ദരൻ, ഓമല്ലൂർ നന്ദൻ, പ്ലാത്തോട്ടം കണ്ണൻ, പുതുപ്പള്ളി സാധു, കൊടുമൺ ദീപു, നെല്ലിക്കോട്ട് ദേവസ്വം ഗണേശൻ, കിരൺ ഗണപതി, വേമ്പനാട് അർജുനൻ, ഉഷശ്രീ ദുർഗാപ്രസാദ്, കീഴൂട്ട് വിശ്വനാഥൻ, പുതുപ്പള്ളി മഹാദേവൻ ഇങ്ങനെ 22 ഗജരാജാക്കന്മാരാണ് ഇന്നത്തെ പകൽപൂരത്തിൽ അണിനിരക്കേണ്ടത്. ഈ ഗജരാജാക്കന്മാരെല്ലാം കുളിച്ച് സുന്ദരന്മാരായി അതീവ സ്വാഭാവികമായ സൗന്ദര്യത്തിന് മാറ്റ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിസുന്ദരങ്ങളായ ആഭരണങ്ങളുമെല്ലാം ധരിച്ചുകൊണ്ട് നെറ്റിപ്പട്ടമെല്ലാം ചാർത്തിക്കൊണ്ട് തിരുനക്കര മഹാദേവരുടെ മുമ്പിലെ തിരുനക്കര മൈതാനത്തേക്ക് പകൽപൂരത്തിനായി അണിനിരന്നെത്തുവാൻ അല്പസമയം മാത്രമേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ. അതിസുന്ദരങ്ങളായ ചമയങ്ങളാണ് ഓരോ ആനയെയും അണിയിക്കുന്നത്. അത് പ്രത്യേകമായി തയ്യാർ ചെയ്ത് വളരെ മനോഹരമായി ആ നെറ്റിപ്പട്ടം, അതുപോലെ തന്നെ ആ നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോൾ കുമിളയും ചന്ദ്രക്കലയും വട്ടക്കിണ്ണവും നിറകിണ്ണവും ഇടക്കിണ്ണവും കാളാഞ്ചിയും പൊടിപ്പും ഒക്കെ ചേർത്ത് അതിമനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ആ സുന്ദരമായ ആ നെറ്റിപ്പട്ടം, അതുപോലെ തന്നെ പാദസരം, ഗളമണി, പള്ളമണി, കച്ചക്കയർ, വെഞ്ചാമരം, ആലവട്ടം, ആ കൊമ്പുകളുടെ അഗ്രത്തിലിടുന്ന ആ ദന്തവേഷ്ടം, അങ്ങനെ 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 എല്ലാവിധ ചമയങ്ങളും ഒത്തുചേർത്തുകൊണ്ട് ഏതാണ്ട് 20-ലധികം ഗജരാജാക്കന്മാർ, അത്ര വലുതല്ലെങ്കിലും എത്രത്തോളം ജനത്തെയും കൊള്ളുവാൻ ശേഷിയുള്ള തിരുനക്കര മൈതാനത്ത് തിരുനക്കര തേവരുടെ മുമ്പിലേക്ക് എഴുന്നള്ളി ഇറങ്ങുന്ന അതിമനോഹരമായ ആ പകൽപൂരം എന്ന ചടങ്ങ് കാണുവാൻ കത്തിക്കാളുന്ന വെയിലിലും ഉച്ചവെയിൽ എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ലഭ്യമായ സ്ഥലങ്ങളിലൊക്കെ ഇടം പിടിച്ചുകൊണ്ട് ഈ മനോഹരമായ പകൽപൂരം കാണുവാൻ പരസഹസ്രം ഭക്തജനങ്ങൾ കാത്തുകാത്തു നിൽക്കുകയാണ്. അതിസുന്ദരന്മാരായ ദന്തിയെന്നും ദിവമെന്നും കരിയെന്നും നാഗമെന്നും ഗജമെന്നും ഹസ്തിയെന്നും വാരണമെന്നും ദുരന്തമെന്നും കുഞ്ചരമെന്നും കുംഭിയെന്നും മാതംഗമെന്നും പാത്നിയെന്നും ഒക്കെ സ്വഭാവ സവിശേഷതകളെ ആധാരമാക്കി വ്യത്യസ്തങ്ങളായ പര്യായങ്ങൾക്ക് ഉടമസ്ഥരായിട്ടുള്ള ഗജരാജാക്കന്മാർ, അഴകിന്റെ അനുപമ സൗന്ദര്യത്തോടുകൂടി ഗജരാജാക്കന്മാർ അണിനിരക്കുന്ന അതിസുന്ദരമായ ആ പകൽപൂര വിസ്മയം കാണുന്നതിനാണ് ഇത്രത്തോളം ജനങ്ങൾ ഈ തിരുനക്കരയിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ഡ്യമേളം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ വാദ്യകലാനിധി ചേന്ദമംഗലം ഉണ്ണികൃഷ്ണ മാരാരുടെ ആൽത്തറമേളം എന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമാണ്. അങ്ങനെ അതുല്യ പാടവമുള്ള 2 കലാകാരന്മാരുടെ നേതൃത്വത്തിൽ 120ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ആ വാദ്യമേള ഘോഷം ആസ്വദിക്കുക, തലയെടുപ്പോടുകൂടി സർവ്വവിധമായ അലങ്കാരങ്ങളും ചാർത്തു നിൽക്കുന്ന ഗജരാജാക്കന്മാരുടെ തലയെടുപ്പോടെ മസ്തകമുയർത്തിയുള്ള ആ നിൽപ്പ് മണിക്കൂറുകളോളം കണ്ട് ആനന്ദ തുന്തലമായ മനസ്സോടുകൂടി ഭവനങ്ങളിലേക്ക് മടങ്ങുക. അതുപോലെ തന്നെ ഗജരാജാക്കന്മാരുടെ പുറത്ത് കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ, ശരവേഗത്തിനും അപ്പുറം, പ്രകാശ വേഗത്തിനും അപ്പുറം ആ വേഗതയിൽ നടക്കുന്ന കുടമാറ്റം എന്ന് പറയുന്ന മനോഹരമായ ആ ദൃശ്യം കാണുന്നതിന് തിരുനക്കര മഹാദേവരുടെ ദേശപ്രസിദ്ധമായ ഉത്സവ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിന് അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലും ഉത്സാഹത്തിന്റെ ഈ ഒരു പകല് ശിഷ്ടജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിക്കുള്ള ആവേശമായി സ്വീകരിക്കുന്നതിനായി 10,000ങ്ങൾ തിരുനക്കര മൈതാനത്തേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ നഗരത്തിൽ ഇപ്പോൾ പോലീസ് പ്രത്യേകമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ദൂരെ സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടാണ് ലഭ്യമായ ഗതാഗത സൗകര്യമുള്ളതും അല്ലാത്തതുമായ മാർഗങ്ങളിലൂടെ
ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്നത്. ഓരോ നിമിഷവും ഇവിടെ ഭക്തജന തിരക്ക് ഏറി വരികയാണ്. ഞാൻ പല ദൃക്സാക്ഷി വിവരണ വേളകളിലും പറയാറുള്ളത് പോലെ അർജുനന്റെ ശരത്തിന് സമാനമായ ദൃശ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, പായുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്ന് പറഞ്ഞതുപോലെ നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഭക്തജന തിരക്ക്, ആനപ്രേമികളുടെ തിരക്ക്, വാദ്യമേള ഘോഷം ആസ്വദിക്കുന്നവരുടെ തിരക്ക്, ഉത്സവത്തിന്റെ സുഖം മുഴുവൻ മുതലാക്കിയിരിക്കുന്നവരുടെ തിരക്ക്, അങ്ങനെ ആ ആൾക്കൂട്ടം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ നേരെ മുമ്പിൽ തിരുനടയിൽ കിഴക്കേ ആ ഗോപുരത്തിന്റെ തൊട്ടു മുൻഭാഗത്തുള്ള പടവുകളിൽ ഭക്തജനങ്ങളെ നിൽക്കുവാനോ ഇരിക്കുവാനോ ഇന്ന് അനുവദിക്കുകയില്ല. ആ പടവുകളിൽ കൂടി വേണം ഈ ഗജരാജാക്കന്മാർക്ക് തിരുനക്കര മൈതാനത്തേക്ക് എഴുന്നള്ളി ഇറങ്ങാൻ. എല്ലാ ഗജരാജാക്കന്മാരും കിഴക്കൻ ചേരുവാരത്തിലും ഇപ്പോൾ കാണുന്നതാണ് പടിഞ്ഞാറൻ ചേരുവാരം എന്ന് പറയുന്ന സ്ഥലം, ഓഡിറ്റോറിയത്തിന് അടുത്തുള്ള സ്ഥലം. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ അണിനിരക്കുമ്പോൾ ഭഗവാൻ ഇടംപേര് നിൽക്കുന്നത് കിഴക്കോട്ട് ദർശനത്തിലാണ്. ഇവിടെയാണ് ആൽത്തറമേളം നടക്കുന്നത്. അതിനപ്പുറത്ത് കാണിക്കവഞ്ചി കാണാം. കാണിക്കവഞ്ചിയിൽ നിന്നും പടിഞ്ഞാറ് ദർശനത്തിൽ പടിഞ്ഞാറൻ ചേരുവാരം നിൽക്കും. ഭക്തജനങ്ങളെ കോട്ടയത്തിന്റെ ബഹുമാന്യനായ MP ശ്രീ ജോസ് കെ മാണി മുഖ്യ അതിഥിയായി ഈ പകൽപൂര ഇടത്തിലേക്ക്, പകൽപൂര മൈതാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നത്തെ മുഖ്യ അതിഥിയായി അദ്ദേഹം ഇന്നത്തെ പകൽപൂര ആഘോഷവേളയിൽ പങ്കെടുക്കുന്നു. കോട്ടയത്തിന്റെ ആരാധനായ MP ശ്രീ ജോസ് കെ മാണി, ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കോട്ടയത്തിന്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അങ്ങനെ ആഘോഷമയുടെ മൂർധന്യ അവസ്ഥയിലേക്ക് തിരുനക്കര മൈതാനം ഉയർന്നു പൊങ്ങുന്ന കാഴ്ച പ്രിയ ഭക്തജനങ്ങളെ പ്രാർത്ഥനയോടെ ആവേശത്തോടെ നമ്മൾ കാണുകയാണ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണത്തിനുള്ള റേറ്റ് ടാഗ് പണിക്കൂലി സംബന്ധമായ കൃത്യമായ